ഇവിടെ ഫ്രീയാ, ഇവിടെ ഇരിക്കാം. ഇറങ്ങട്ടെ. അതെ, എന്താ പ്ലാൻ? പ്ലാന് പതിവ് പോലെ നമ്മൾ റോയൽ റെസ്റ്റോറൻറ്റിൽ പോകും. എനിക്കൊരു ചിക്കൻ റോളും ഒരു ചായ, നിനക്കൊരു ബൊക്കേസ്. അതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ട് വന്നത്. ഓ, നമ്മുടെ കല്യാണക്കാര്യം. ആ, അതാണെങ്കിൽ പ്ലാൻ എ. നിന്റെ അപ്പനും അമ്മച്ചിയും അനിയനും വീട്ടിലുള്ളൊരു ദിവസം ഞാൻ എൻ്റെ അമ്മയും കൂട്ടി നിന്നെ പെണ്ണ് കാണാൻ വരുന്നു. നീ ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്നു. എനിക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്നു. അടുത്തത് കല്യാണം. ശരി, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നടന്നു തന്നെ. ഞാൻ പറഞ്ഞില്ലേ എന്റെ അപ്പൻ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ കപ്പിയാരാണെന്ന്. ഒരു ഹിന്ദു ചെക്കൻ വന്ന് പെണ്ണ് വയ്ക്കേണ്ട താമസിക്കുള്ളൂ, അപ്പൊ തന്നെ കെട്ടിച്ചു തരും. ആ, വല്ല നടപ്പുള്ള കാര്യം ഉണ്ടെങ്കിൽ പറ മാഷേ. വേണ്ട, പ്ലാൻ ബി ഉണ്ട്. നിന്റെ അപ്പനും അമ്മച്ചിയും അനിയനും. ആ, അല്ലെ റിപ്പീറ്റേഷൻ വേണ്ട. ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരുന്നു. വീടിന്റെ ഗേറ്റ് നിന്നിട്ട് അന്നക്കുട്ടീന്ന് നീട്ടി വിളിക്കുന്നു. നീ നിന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഇറങ്ങിപ്പോരുന്നു. എന്നിട്ട് ഈ വണ്ടി കയറി വീട്ടിലോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തെ നല്ല തടിമെടുക്കുന്ന നസ്രാണി പിള്ളേരുണ്ട്. നിനക്ക് നല്ല തല്ല നിന്റെ നാട്ടിൽ കിട്ടില്ലേ? ഇവിടെ വന്ന് മേടിക്കണോ? അത്യാവശ്യം നല്ല തല്ലുള്ള ആരോഗ്യമൊക്കെ എനിക്ക് ഉണ്ട്. എന്നാലും അത് വേണ്ട. ദേ, ഞാൻ സീരിയസ് ആണേ. ഞാനും സീരിയസ്. എന്റെ കല്യാണ കാര്യത്തിൽ വീട്ടിൽ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഇയാളിങ്ങനെ പ്ലാൻ എയും ബി ഒക്കെ പറഞ്ഞോണ്ടിരുന്ന കാര്യമൊക്കെ കൈവിട്ടു പോവേ, പറഞ്ഞേക്കാം. എൻ്റെ പൊന്നെ, പെൺകുട്ടികളാകുമ്പോൾ ആലോചനയും പെണ്ണുകളൊക്കെ പതിവാ. അതൊക്കെ കല്യാണത്തിൽ എത്തണമെന്നില്ല. ഈ എനിക്ക് തന്നെ എത്ര ആലോചനകൾ വന്നു. അന്നക്കുട്ടി, ഗാനെ വാലേക്കെ നാം ധാനെ ധാനെ ലിഖാ ഹോത്താ എന്നാണല്ലോ. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ ധാന്യത്തിൻ്റെ പുറത്തും നമ്മുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് ദൈവം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിൻ്റേതും നീ എൻ്റേതുമാണ് അന്നക്കുട്ടി. അന്നക്കുട്ടി, ഇനി ഒരു പ്ലാൻ കൂടിയുണ്ട്. പ്ലാൻ സി. സ്നേഹത്തിൻ്റെ വില അറിയാത്ത, പ്രണയത്തിൻ്റെ സുഗന്ധം തിരിച്ചറിയാത്ത, പ്രേമത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കാത്ത ഈ സമൂഹത്തോട് അവസാനം അറ്റകൈ പ്രയോഗം തന്നെ ചെയ്യേണ്ടി വരും. നീ തയ്യാറല്ലേ? പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണോ? ഞാനില്ല. അന്നക്കുട്ടി, ഒഴുക്കിനെതിരെ നീന്തി ശീലിച്ചവനാണ് ഈ ബാലു. റണ്ണവേ, ഒളിച്ചോടുക. നീ റെഡിയല്ലേ? എന്നാ പോവാല്ലേ?